അറബിക്കടലിൽ കുടുങ്ങിയ ഇന്ത്യൻ കപ്പലിന് രക്ഷകരായി പാകിസ്ഥാൻ നാവികസേന. കപ്പലിൽ നിന്നുള്ള അടിയന്തര സന്ദേശത്തെ തുടർന്ന് പാകിസ്ഥാൻ നാവികസേന എത്തുകയും ജീവനക്കാർക്ക് ഭക്ഷണം, മെഡിക്കൽ, മറ്റ് അടിയന്തര സഹായം എന്നിവ നൽകുകയും ചെയ്തു. ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രാമധ്യേ MV ഗൗതം എന്ന കപ്പലാണ് സാങ്കേതിക തകരാർ സംഭവിച്ചതിനെ തുടർന്ന് കുടുങ്ങിയതെന്നാണ് പാകിസ്ഥാൻ സൈനിക പ്രസ്താവനയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത്. മുംബൈയിലെ മാരിടൈം റെസ്ക്യൂ ആൻഡ് കോർഡിനേഷൻ സെന്റർ ഇസ്ലാമാബാദിലെ അധികൃതരുമായി ബന്ധപ്പെടുകയും സഹായം തേടുകയും ചെയ്തതിനെ തുടർന്നാണ് നടപടി. 6 ഇന്ത്യക്കാർക്കും ഒരു ഇന്തോനേഷ്യൻകാരനുമായിരുന്നു കപ്പലിലെ ജീവനക്കാർ. PMSS കാശ്മീർ എന്ന കപ്പലാണ് രക്ഷാപ്രവർത്തനത്തിന് എത്തിയത്. MV ഗൗതമിന്റെ ക്രൂ അംഗങ്ങളെ സഹായിക്കുന്ന പാകിസ്ഥാൻ നാവികസേനയുടെ ബോട്ടിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ വീഡിയോ ഗൾഫ് ടൈംസ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം വടക്കൻ അറബിക്കടലിൽ കുടുങ്ങിയ കപ്പലിലെ 18 ജീവനക്കാരെ നാവികസേന രക്ഷപ്പെടുത്തിയതായി പാകിസ്ഥാൻ പറഞ്ഞിരുന്നു. പാകിസ്ഥാൻ തീരത്ത് നിന്ന് 200 നോട്ടിക്കൽ മൈൽ അകലെ വടക്കൻ അറേബ്യൻ കടലിലെ വ്യാപാര കപ്പലായ ഗോൾഡിലെ 18 ജീവനക്കാരെ വിജയകരമായി രക്ഷപ്പെടുത്തിയെന്നാണ് പാകിസ്ഥാൻ സൈന്യം അന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത്. കൂടാതെ കുറച്ചു ദിവസത്തിന് മുമ്പ് അറബിക്കടലിൽ എഞ്ചിൻ തകരാർ മൂലം നിയന്ത്രണം നഷ്ടപ്പെട്ട് മാസങ്ങളോളം നടുകടലിൽ കുടുങ്ങിയ ഇന്ത്യൻ ചരക്ക് കപ്പലിന് പാകിസ്ഥാൻ നാവികസേനയുടെ സഹായമുണ്ടായി. കപ്പലിലെ ജീവനക്കാർക്ക് ആവശ്യമായ അടിയന്തര വൈദ്യസഹായവും ഭക്ഷണവും എത്തിച്ചത് പാക് നാവികസേന അന്നൊരു മാതൃക കാട്ടി. ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്ന് ചരക്കുമായി പുറപ്പെട്ട തുളസി 1 എന്ന കപ്പലാണ് സാങ്കേതിക തകരാർ മൂലം പ്രതിസന്ധിയിലായത്. ആഴ്ചകളോളം കടലിൽ അലഞ്ഞ കപ്പലിലെ ഭക്ഷണവും കുടിവെള്ളവും തീർന്നതോടെ ജീവനക്കാർ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. മേഖലയിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന പാകിസ്ഥാൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ PNS അൽസത്ത് എന്ന ഇന്ത്യൻ കപ്പലിലെ ആദ്യം കണ്ടെത്തുന്നത്. ഉടൻ തന്നെ പാക് സൈന്യം കപ്പലുമായി ബന്ധപ്പെടുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു. കപ്പലിലെ എഞ്ചിൻ പൂർണ്ണമായും പ്രവർത്തനരഹിതമായതിനാൽ മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ജീവനക്കാർ. കടൽ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ കപ്പൽ മറിയാനുള്ള സാധ്യത പോലും നിലനിന്നിരുന്നു. പാകിസ്ഥാൻ നാവികസേനയിലെ സാങ്കേതിക വിദഗ്ധർ ഇന്ത്യൻ കപ്പലിൽ കയറി എഞ്ചിൻ പരിശോധിക്കുകയും താത്കാലികമായി അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തു. ജീവനക്കാർക്ക് ആവശ്യമായ മരുന്നുകളും പ്രഥമ ശുശ്രൂഷയും സൈന്യം ഉറപ്പാക്കി. കപ്പലിൽ കുടുങ്ങിക്കിടന്ന 12 ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് പാക് നാവികസേന ഔദ്യോഗിക പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. മാനുഷിക പരിണീതി വച്ചാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയെന്നാണ് സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് കടലിൽ അപകടത്തിൽപ്പെടുന്ന കപ്പലുകളെ സഹായിക്കുക എന്ന അന്താരാഷ്ട്ര നിയമത്തിന്റെ ഭാഗമായാണ് ഈ നടപടി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനെ വിവരം അറിയിച്ചതായും കപ്പലിനെ സുരക്ഷിതമായി കരക്കെത്തിക്കാനുള്ള നീക്കങ്ങൾ തുടരുകയാണെന്നും അധികൃതർ പറയുന്നുണ്ട്. ഭക്ഷണം തീർന്നതോടെ കപ്പലിലെ ജീവനക്കാർ അതീവ ക്ഷീണിതരാകുന്ന ഒരവസ്ഥ ഉണ്ടായി. പാക് സൈന്യം എത്തിച്ച ഭക്ഷണവും വെള്ളവും അവർക്ക് നൽകിയത് വലിയൊരു ആശ്വാസമായി. അറബിക്കടലിലെ സുരക്ഷാ കാര്യങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം വലിയ താൽപര്യം കാണിക്കുന്നുണ്ട്. സമുദ്ര വ്യാപാര പാതകൾ സുരക്ഷിതമാക്കാൻ അന്താരാഷ്ട്ര സഹകരണം വേണമെന്ന് അമേരിക്ക പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്.